നമ്മളുണ്ടാക്കിയ ട്രെയിൻ ഇപ്പഴത്തേക്ക് കാണിച്ചു കൊടുക്കാം. ആരാന്നിട്ട് ട്രെയിൻ ഉണ്ടാക്കിയത്? ഷാനോ? വലിയ ട്രെയിനാ? ശരിക്കും ട്രെയിനിന്റെ മാതിരി ഉണ്ടോ? എവിടെയാണ് ഉണ്ടാക്കിയത്? മണലിലോ? ആ, എന്നാ നടക്കി കാണാലോ. എവിടെ നിങ്ങളെ കുച്ചിപ്പേരന്റെ അവിടെ? ആ, ആരതൊക്കെ പഠിപ്പിച്ചു തന്നു? പെച്ചിയോ? നിങ്ങളെ പെച്ചി വേറെ ലെവലാണല്ലേ. എന്നാ അതിന്റെ ഉള്ളിലേക്ക് പോയി നിങ്ങള്, എന്നിട്ട് പറഞ്ഞു തരുന്നത് എങ്ങനെ ഉണ്ടാക്കിയെന്ന്. എങ്ങനെ തട്ടാതെ പോ. ട്രെയിനാണല്ലേ അത്? ആ, സംഭവം വേറെ ലെവലാണല്ലേ. എന്റെ ഫ്രണ്ട്സുകളൊക്കെ കാണും കേട്ടോ. ടോലും ഇതേമാതിരി ഉണ്ടായിക്കോളും. എന്താ ടിപ്പറൊക്കെ മറന്നുകൂണല്ലോ അവിടെ? ടിപ്പറൊക്കെ മാറ്റിയിട്ടേ ട്രെയിനിന്റെ ഫ്രണ്ട് കണ്ടോളി നിങ്ങൾ. ഇത് കൽക്കരിക്ക് ഓടുന്നതാ അതോ കറണ്ടിന് ഓടുന്നതാ? ഡീസലിനാ? സംഭവം വേറെ ലെവലാണ് ട്രെയിന്. കണ്ടില്ലേ? ഇതിന്നിട്ട് ആരൊക്കെ ഉണ്ടാക്കി തന്ന്? എങ്ങനെ ഉണ്ടാക്കിന്നൊന്ന് പറഞ്ഞു തരും. അത് അതെങ്ങനെ ഉണ്ടാക്കിന്നൊന്ന് കാണിച്ചു തരും നിങ്ങള്. അത് ആ പൊന്നുകാക്കു അല്ല ഉണ്ടാക്കിയത്? ഞാനും ഉണ്ടാക്കി. പൊന്നുകാക്കു ഞാനും കൂടി ഉണ്ടാക്കി. ആ, എന്നാ എങ്ങനെ ഉണ്ടാക്കിന്നൊന്ന് പറഞ്ഞു തരും. ഫസ്റ്റ് ഇതിന്റെ ഈ ഫ്രണ്ട് ഇതൊക്കെ നല്ല രസമുണ്ടല്ലേ കാണാന്. ഇത് മഴ ചെയ്തിട്ട് അത് സൈഡൊക്കെ ഒന്ന് തയ്ക്കണം അല്ലേ? നല്ല വൃത്തിയിൽ ഉണ്ടാക്കിയോ എന്തായാലും. ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് കാണിച്ചു തരാം. ഇത് എങ്ങനെ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്? നോട്ടെ, ഇതിന് മണ്ണ് നിറച്ചുകാണ്ട് അവിടെ ഇങ്ങനെ അമർത്തിക്കുക. പണ്ട് കട്ടൊക്കെ ഉണ്ടാക്കിന് ഞങ്ങളിങ്ങനെ പെര വെക്കാനേ. കട്ടൊക്കെ ഇങ്ങനെ പെട്ടിയിട്ട് ഉണ്ടാക്കുന്നത് അതേമാതിരിയാണ് ഇപ്പൊ ഇങ്ങനെ ഉണ്ടാക്കിക്കുന്നത് അല്ലേ? പിന്നെ അതേമാതിരി അതെങ്ങനെ ഒന്ന് വെച്ച് കാണിച്ചാ, അങ്ങനെ അമർത്തി വെച്ചിട്ട് ഉണ്ടാക്കിക്കല്ലേ. സംഭവങ്ങൾ വേറെ ലെവലാണല്ലോ. പിന്നെ ഇതോ, ഇതിന് ഏത് പെട്ടി എടുത്തു? അതിന്റെ ഈ ബാഗത്ത് ബോഗികൾ ഉണ്ടാക്കാൻ. ആ, നല്ല ഐഡിയ ആണല്ലേ. അതിന്റെ ഉള്ളില് ഒന്നുമില്ല, അപ്പൊ അത് ശരിക്ക് ആ പെട്ടി വരും അല്ലേ? അതെങ്ങനെ വെച്ചാ കറക്റ്റ് വെച്ചാ? അത് വെച്ചാ അമർത്തിയിട്ട് പിന്നെ എന്താ ഷാനു? ആ അമർത്തിയിട്ട് എന്താ ചെയ്യാ? എങ്ങനെ കൊട്ടിക്ക? നേരെ കൊട്ട്. ആ, അങ്ങനെ കൊട്ടിയിട്ട് പിന്നെ എടുക്കുക അല്ലേ? ആ, കണ്ടങ്ങള് ചെക്കന്മാരെ ഐഡിയ വേറെ ലെവലാണ്. നിങ്ങൾ ഫ്രണ്ട്സൊക്കെ കാണും. അപ്പോൾ മറ്റേ ഫ്രണ്ട്സുകളോട് എന്തെങ്കിലും പറയണ്ടോ? മഴ ഒക്കെ അല്ലേ, അപ്പൊ ഇങ്ങനത്തെ ഒക്കെ ഇതുണ്ടാക്കാല്ലേ. അത് രീതികളൊക്കെ പറഞ്ഞു കൊടുത്ത മാതിരി ഉണ്ടാക്കാല്ലേ നിങ്ങൾ പറഞ്ഞ മാതിരി. ആ, അപ്പൊ കണ്ടില്ലേ നിങ്ങള്? ഇവര് പുളിക്കൽപ്പറമ്പ് AMLP സ്കൂളിലാണ് പഠിക്കണത്. പൊന്നു ഷാനു സ്കൂൾ ചേർത്തിട്ടില്ല, പക്ഷെ എന്ത് പരിപാടിക്കും ഷാനുവിനെ ഓൻ കൂട്ടും. ഷാനു ഉഷാറാണല്ലേ? ഉഷാറല്ലേ? വല്ല ആയിക്കൊടുത്താ. അപ്പോ പൊന്നുവിന്റെ ആണിത് കലാസൃഷ്ടി അല്ലേ? വേറെ ലെവലാണ്. ഇതിന്റെ മുന്നൊരു വീഡിയോ ചെയ്തില്ലേ ഇതൊരു പക്ഷികളൊക്കെ ഒരു വീഡിയോ ചെയ്തില്ലേ? പക്ഷികളൊക്കെ പരിചയപ്പെടുത്തിയിട്ട് മയിലിനെയും. മയില് ദേശീയ പക്ഷിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ടീച്ചർ അതിന് വെരി ഗുഡ് വന്നോ? വെരി ഗുഡ് വന്നു അല്ലേ? അപ്പൊ അങ്ങനെയൊക്കെ ഇനിയും ഉഷാറായിട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ എന്തായാലും ഇവരത് മാതൃക ആക്കിയിട്ട് ചെറിയ കുട്ടികളൊക്കെ ഇപ്പം മഴ ടൈമാണ്. അപ്പോ ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രത്യേകത ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുക കളിക്കുമ്പോൾ. എന്നാൽ കളിയായി പിന്നെ ഈ വെള്ളത്തിലൊക്കെ ഈ മഴ കൊണ്ട് വെള്ളത്തിലൊക്കെ പോയിട്ട് കുട്ടികൾ കുറെ വീണ് ഇതാവുന്നുണ്ട്. അപ്പൊ ചെറിയ കുട്ടികളൊക്കെ വെള്ളത്തിന്റെ അടുക്ക് പോകണം ശ്രദ്ധിക്കുക. ഇവരെ പോലെ ഇങ്ങനെ കഴിഞ്ഞിപ്പോ കണ്ട ഒരു കുറ്റിപ്പേരന്റെ ഒരു ഇത് കണ്ടിരുന്നു. അതിപ്പോ മഴയായിട്ട് കുറെ പൊളിഞ്ഞു. ഇതൊക്കെ എങ്ങനെ പൊളിഞ്ഞു? മഴ ചെയ്ത് പോയതാ? ആ, അത് ശരിയാക്കൂലേ ഇനി? അപ്പൊ അങ്ങനെ ഷീറ്റൊക്കെ ഇട്ട് കണ്ടാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഷീറ്റൊക്കെ ഇട്ട് തരാൻ പറയാട്ടോ ഒപ്പച്ചിനോട്.
എന്നിട്ട് ഷീറ്റൊക്കെ ഇട്ടാലും മഴ നനയാതെ കുട്ടികൾക്ക് കളിക്കും ചെയ്യൂലേ. മണലാണ് സംഭവം ഇവിടെ. മണലില് ഇങ്ങനെ ഒരു പെര ഉണ്ടാക്കിയിട്ട് അപ്പൊ മഴ പെയ്താൽ നനയൂല. പിന്നെ അതിൽ പോല് ഉണ്ടാക്കിയ ട്രെയിന്. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു ഭാഗത്തിരുന്ന് കുട്ടികൾ കളിക്കുമ്പോൾ എന്താ അപകടങ്ങളൊന്നും ഉണ്ടാവില്ല. മറ്റേത് കുട്ടികളെ നമ്മൾ മൈൻഡ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഒരു ഓടിയിട്ടും വീണിട്ടൊക്കെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഈ മഴ ടൈമില് ഈ അടുത്ത് കുളങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികളെ നല്ല ശ്രദ്ധിക്കുക. എന്തെങ്കിലും അപകടം ഉണ്ടായിട്ട് പിന്നെ നമ്മൾ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ എന്തായാലും നമുക്ക് ഇനിയൊരു വീഡിയോ കാണുന്നത് വരെ അല്ലേ, നമുക്ക് പോയാലോ? അപ്പൊ ഇനി നിങ്ങൾ നല്ല നല്ല ഐഡിയകൾ ഇനി കിട്ടുമ്പോ ഇങ്ങനെ ചെയ്യണം. ഉഷാറാവണം. പഠിക്കാനൊക്കെ ഉഷാറല്ലേ? ഷാനു പഠിക്കാൻ തുടങ്ങിയിട്ടില്ലല്ലോ? സ്കൂൾ പോക്ക് തുടങ്ങിയിട്ടില്ലല്ലോ? പോണില്ലേ? എന്നാ പോവാ? സ്കൂൾക്ക് എന്നാ പോവാ? കുറച്ച് കഴിഞ്ഞിട്ടോ? പഠിക്കാൻ കാക്കുവിനൊപ്പം പോവോ? നല്ല പഠിക്കൂലേ? അപ്പോ മറ്റൊരു വീഡിയോ കാണുന്നത് വരെ ബൈ എന്ന് പറയാം. ലൈക്ക് കൊടുത്താ? വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ സബ്സ്ക്രൈബ് ചെയ്യണം. പറ സബ്സ്ക്രൈബ് ചെയ്യണം. ശരി, ഓക്കെ. പുതിയൊരു വീഡിയോ ഇനി വരും. അപ്പൊ മാഞ്ഞാളം മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഷോർട്സിൽ കോമഡി ആയിട്ടുള്ള വീഡിയോ ഒരുപാടുണ്ട്. അപ്പൊ പോയിട്ട് കാണാം. അപ്പൊ ഓക്കെ, ബൈ.